ഹായ് ഫ്രണ്ട്സ്, സാപ്പിൻ്റെ വരാത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു കൊച്ചു സിനിമയാണ്. ട്വിസ്റ്റുകൾ കൊണ്ടും സസ്പെൻസ് കൊണ്ടും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കൊച്ചു തമിഴ് സിനിമ, ഒരു ഡ്രാമ ത്രില്ലർ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ. അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പോടാതിരിക്കുന്നത്. സിനിമയുടെ പ്ലോട്ട് എന്ന് നോക്കിയാൽ നമ്മുടെ നായകൻ ഒരു തേയിലത്തോട്ടത്തിൽ മാനേജറായിരിക്കും. അപ്പം ഭാര്യയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഭാര്യയുടെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭാര്യയുടെ ഫോണിൽ ഒരു എന്താ പറയുക ഹിഡൻ ക്യാമറ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് നായകൻ. അതിനുശേഷം ഉണ്ടാകുന്ന കുറേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളാണ് സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. സിനിമ എങ്ങോട്ടാണ് പോകുന്നത്, ഇൻ്റർവെല്ലൊക്കെ സമയത്ത് എന്താ സംഭവിക്കുന്നത് ഒരു ഐഡിയ കിട്ടാത്ത രീതിയിലാണ് സിനിമയുടെ പോക്ക് എന്നുള്ളതാണ്. ഒരുപാട് ട്വിസ്റ്റുകളുണ്ട്, സസ്പെൻസുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കൊച്ചു സിനിമ എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ വലിയ ഒരു എന്താ പറയുക വലിയൊരു ക്വാളിറ്റി മേക്കിംഗ് ഒന്നല്ല ഈ സിനിമ ഒരു ലോ ബഡ്ജറ്റ് മൂവിയാണ്. ഈ സിനിമയുടെ സ്റ്റോറി തന്നെയാണ്. ഈ സിനിമയുടെ സ്റ്റോറി ആ മേക്കിങ്ങും തന്നെയാണ്. ആ മേക്കിംഗ് ഉദ്ദേശിച്ച് തിരക്കഥയിൽ ആ ഒരു കൊണ്ടുപോകുന്ന സംഭവങ്ങളുണ്ടല്ലോ, അതുമാണ് ഈ സിനിമയുടെ യഥാർത്ഥ നായകൻ എന്ന് പറയുന്നത്. അധോമുഖം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അധോമുഖം, ഹിഡൻ ഫേസ്. 2 മണിക്കൂറാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. ഈ 2 മണിക്കൂറിൽ അവർക്ക് കൊടുക്കാവുന്ന മാക്സിമം ട്വിസ്റ്റും കൊടുത്തിട്ടുള്ളതാണ്. ഇൻട്രോലിന് ശേഷം അവിടെ ഫുൾ സർപ്രൈസുകളാണ്. ഇൻട്രോലിന് ശേഷം 2 മണിക്കൂർ നമ്മളെ പിടിച്ചിരുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു റൊമാൻറ്റിക് ഒരു രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വിചാരിക്കും ഇത് എങ്ങോട്ടാണ് പോകുന്നത് മനസ്സിലായില്ല. പിന്നെ ഇങ്ങനെ ഓരോ മിനിറ്റുകൾ കഴിയുമ്പോഴാണ് ഇത് എങ്ങോട്ടാണ് പോകുന്നത്, അങ്ങോട്ട്, അതുമല്ല അങ്ങോട്ട് ഒരു പിടിയും തരാതെയാണ് സിനിമ മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ്. അപ്പോൾ ടെക്നിക്കൽ സൈഡ് ഒന്നുകൂടി മെച്ചപ്പെട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു. പിന്നെ നായകൻ്റെ കഥാപാത്രം കുറച്ചുകൂടി ഒന്ന് നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഉഷാറാവുമായിരുന്നു. നായിക അടിപൊളിയാക്കിയിട്ടുണ്ട്. എന്തായാലും കണ്ടു നോക്കുക. സിംപ്ലി സൗത്തിൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ. എന്തായാലും കണ്ടു നോക്കേണ്ട ഒരു സിനിമയാണ്. എന്താ പറയുക ലോ ബഡ്ജറ്റ് മൂവിയാണെന്ന് വിചാരിച്ചിട്ട് മാറ്റി നിർത്തേണ്ട ഒരു സിനിമയല്ല അധോമുഖം എന്ന് പറയുന്ന ഒരു സിനിമ. ടെക്നിക്കലി ഒന്നുകൂടി നന്നാക്കിയിരുന്നെങ്കിൽ വേറെ ലെവലിൽ എത്തേണ്ട സിനിമയായിരുന്നു ഈ അധോമുഖം എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും കണ്ടു നോക്കുക. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വേണ്ടിയിട്ട്, ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല, സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ടാണ് ഈ സിനിമ നിർത്തിയിട്ടുള്ളത്. സെക്കൻഡ് പാർട്ട് വരുമായിരിക്കും, കാത്തിരിക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. കാണാത്ത പെട്ടെന്ന് തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും